ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബേട്ടി വ്ളോഗ്സ്. ഹായ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ഷെയർ ചെയ്യാൻ പോവാണ്. ഞാനൊരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ ഫ്ലോപ്പായി. എന്നാലും ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യും. എനിക്കൊന്നും പറയാനില്ല. എൻ്റെ ഷോർട്ട് ഫിലിമിനെ പറ്റി 2 വാക്ക്. അത് പബ്ലിഷ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ 10:30 സമയം. വാവ ഇപ്പോഴും കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഒന്ന് എണീച്ചിട്ട് പിന്നെയും കിടന്നുറങ്ങി. രാവിലെ ഇപ്പോൾ എണീക്കുന്ന സമയം 9-9:30 ഞാനങ്ങനെ ട്രെയിൻ ചെയ്തെടുത്തിരിക്കുകയാണ് ഗൈസ്, സക്സസ്ഫുള്ളി. അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാലാണ് എനിക്കൊരു സൗകര്യം. ഞാൻ ഇത്ര നേരം എടുത്ത വീഡിയോ നോക്കുമ്പോൾ അതിനകത്തൊരു ചണ്ടിക്കോലം എൻ്റെ അപ്പൻ്റെ മുടി അയച്ചിട്ടു. ഇത്തിരി ബെറ്റർ ആണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഗൈസ്, ഷോർട്ട് ഫിലിമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നടക്കുന്നത് ഏകദേശം ഒരു 2.5 കൊല്ലത്തിന് മുമ്പാണ്. എൻ്റെയും പ്രഭുവിൻ്റെ ചേച്ചിയുടെയൊക്കെ കല്യാണം ആ ഒരു ടൈമിലായിരുന്നു. അടുത്തടുത്തായിരുന്നു ഞങ്ങളുടെ കല്യാണം. അങ്ങനെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചിത്രീകരണം പൂർത്തിയായില്ല. ഇതിൻ്റെ കഥ, തിരക്കഥ, സംഭാഷണം, എക്സിക്യൂഷൻ, ഡയറക്ഷൻ, പ്രോസിക്യൂഷൻ ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. ക്യാമറ പിടിച്ചത് വേറെ ആരൊക്കെയാണ് കേട്ടോ. അപ്പോൾ ബാക്കി ഈ പിന്നറ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെയല്ലേ പറയാം, ആ സാധനങ്ങളൊക്കെ ഞാനാണ് ചെയ്തത്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഈ സ്റ്റോറി ഒരു ഹൊറർ സ്റ്റോറിയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നമുക്കത് ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. 2.5 കൊല്ലത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ചേച്ചി ഗർഭിണിയായി, ഡെലിവറി കഴിഞ്ഞു, കൊച്ചായി. അത് കഴിഞ്ഞ് എൻ്റെ ഡെലിവറി കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾക്ക് അത് റീഷൂട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി അതേ ഡ്രസ്സുകളൊന്നും കയറത്തുമില്ല. കുറേയൊക്കെ പഴഞ്ചനായി കളയുകയും ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് 1 വർഷത്തിന് ശേഷം ഞാനിത് പിന്നെ റീഷൂട്ടല്ല, അതിൻ്റെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ കൂടെ അഭിനയിച്ച പ്രഭുവിൻ്റെ കൊച്ചച്ഛൻ്റെ നമ്മളൊരു സീനിൽ യൂസ് ചെയ്ത ഷർട്ട് വേറെ ഒരു നാട്ടിൽ പോയപ്പോൾ അവിടെ വെച്ചിട്ട് വന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിത്രീകരണം പിന്നെയും മുടങ്ങിപ്പോയി. അപ്പോൾ പ്രഭുവിൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഒരു കലാകുടുംബമാണ്. എല്ലാവർക്കും ആക്ടിങ്, പാട്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. അങ്ങനെയാണ് എൻ്റെ ഷോർട്ട് ഫിലിമിന് അഭിനയിക്കാൻ തയ്യാറായിട്ട് എല്ലാവരും മുന്നോട്ട് വന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ ഷൂട്ടിംഗ് ഒന്നും കംപ്ലീറ്റ് ആയില്ല. എനിക്കത് അപ്ലോഡ് ചെയ്യാനും പറ്റിയില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു, എൻ്റെ കയ്യിൽ പഴയ ഫോണിൽ അതിൻ്റെ ക്ലിപ്സൊക്കെ ഇരിപ്പുണ്ട്. അതെന്തായാലും ഒന്ന് അപ്ലോഡ് ചെയ്യണമെന്നൊരാഗ്രഹം. അപ്പോൾ അത് ഇൻ ബിറ്റ്വീൻ അതിൻ്റെ കഥകളൊക്കെ ഞാൻ നറേറ്റ് ചെയ്തോളാം. ഭയങ്കര വലിയ സംഭവം കഥയൊന്നും അല്ല, കാരണം ഒരു യൂഷ്വൽ ഹൊറർ ടൈപ്പിൽ കാണുന്ന കഥയൊക്കെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരുപാട് കാലത്തിന് ശേഷം ആരുടെയോ ഒരു ഇൻസ്റ്റാ റീലിൽ ഞാൻ കണ്ടത് ഓൾമോസ്റ്റ് സിമിലർ സ്റ്റോറി. ഞാൻ ഉദ്ദേശിച്ച് എഴുതി വെച്ച സിമിലർ സ്റ്റോറി ആരോ ആക്ട് ചെയ്യുന്നു. ആദ്യം ഞെട്ടിപ്പോയി, ഇതെങ്ങനെയാണ് സെയിം പോലത്തെ കഥ ഇവർക്ക് കിട്ടിയെന്ന്. പിന്നെ ഓർത്തപ്പോൾ ഒരു ഹൊറർ എന്നൊക്കെ പറയുമ്പോൾ ആർക്ക് വേണമെങ്കിലും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കാവുന്നതാണ്. ഏതായാലും ഞങ്ങളുടെ ഒരു തട്ടിക്കൂട്ട് ഷോർട്ട് ഫിലിം ഞാൻ അപ്ലോഡ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ടില്ല, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നറേഷൻ ചെയ്തോളാം എന്താണ് കഥ അവസാനം സംഭവിച്ചതൊക്കെ. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ.